പറ്റില്ല. രോഹി, നീ യാമിനി ഉപദ്രവിക്കണ. അയ്യോ വലിമ, ഞാനാരെയും ഉപദ്രവിക്കാൻ വന്നതല്ല. ഞാൻ എന്റെ പാസ്പോർട്ട് എടുക്കാൻ വന്നതാ. അവന്റെ ഒരു പാസ്പോർട്ട്. എന്നെ തല്ലരുത്. കൊല്ലണം ഞാൻ. എന്റെ ശത്രുക്കളുടെ കൂടെ നടന്നിട്ട് തക്കം കിട്ടുമ്പോ എന്റെ വീട്ടിൽ നിന്ന് കയറും. നിന്നെ ഞാൻ രോഹിത് ചത്തുവോ? പിന്നെ വൃത്തികെട്ടനെ കൊന്ന ദുഷ്പേര് ഏട്ടന്റെ പെടലേക്ക് തന്നെ വരും. ഇത് ശത്രുക്കളുടെ കൂടെ ചേർന്ന് എന്നെ ചതിച്ചതിനല്ല, എന്റെ അനുജത്തെ ഉപദ്രവിച്ചനാ. മനസ്സിലായോ നിനക്ക്? വേദനയുണ്ട് ചെറിയമേ. ഇതുകൊണ്ട് മാത്രം മതിയാവും തോന്നില്ല. നമുക്കേതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചാലോ? അതൊന്നും വേണ്ട രാജു, ചെറിയൊരു വേദനയുണ്ട്, അത്രേ ഉള്ളൂ. ശ്വാസം എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്, അത് ഞാൻ സഹിച്ചോളാം. എന്നാലും യൂസ്ലെസ്. അവൻ ഒളിച്ചിരിക്കുകയായിരുന്നു. ഓർക്കാപ്പുറത്തല്ലേ അവൻ എന്റെ കഴുത്തിന് കയറി കുത്തിപ്പിടിച്ചത്. അച്ഛൻ ശരിക്കും കൊടുത്തിട്ടുണ്ട്. എനിക്ക് സന്തോഷായി. ഋതുവിന് മാത്രമല്ല, അവനും നല്ലോണം തൃപ്തിയായി. അതിനിടയ്ക്ക് അവന്റെ അമ്മയുടെ വക സ്ഥിരമായിട്ടുള്ളൊരു ഡ്രാമ. അവര് പിന്നെ നല്ല പെർഫോമൻസ് ആണല്ലോ. കോയമ്പത്തൂർ നിൽക്കുന്ന ശേഖർ സാറിനെ വിളിച്ച് വിവരം പറഞ്ഞല്ലോ മാഡം. അയ്യോ, അതൊന്നും വേണ്ട രാജു. ശേഖരേട്ടൻ വെറുതെ പേടിക്കും. പോയ കാര്യം ചെയ്യാതെ വേഗം തിരിച്ചും വരും. എടാ, എന്ത് ധൈര്യത്തിലാ നീ എന്നെ കാണാൻ വന്നേ? അവർക്ക് നിന്നെയും സംശയമുണ്ട്. ഞാൻ നിന്നെ ഇൻവോൾവ് ചെയ്യാതിരിക്കാൻ പരമാവധി പാടുപെടുകയാണ്. എനിക്കറിയാം അങ്കിൾ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന്. പക്ഷേ കാണാതിരിക്കാൻ പറ്റുന്നില്ല. അതാ രണ്ടും കൽപ്പിച്ച് കയറി വന്നത്. വലിയ ഓഫീസേഴ്സ് ഒക്കെ വരുന്നതിന് മുമ്പ് നീ വേഗം പൊയ്ക്കോ, അല്ലെങ്കിൽ അന്വേഷണം നിന്റെ നേരെയും വരും. ഞാൻ പൊയ്ക്കോളാം. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോ, എന്താ? ഞാൻ അമേരിക്കയിലേക്ക് പൊയ്ക്കോട്ടെ. എന്റെ മോളെ കാണാനാണോ? അതെ, പൊയ്ക്കോ. ഏതായാലും ഞങ്ങൾ നിങ്ങളുടെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുകയല്ലേ. അവൾക്കും നിന്നെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവും. മാത്രമല്ല, ഈ അവസരത്തിൽ നീ ഇവിടുന്ന് മാറി നിൽക്കുന്നത് നല്ലതാണ്. നീ വരുന്നുള്ള കാര്യം ഞാൻ അവളെ വിളിച്ചറിയിച്ചേക്കാം. അങ്കിള് എന്നെ അനുഗ്രഹിക്കണം. എന്റെ അനുഗ്രഹം എപ്പോഴും നിനക്കുണ്ടല്ലോ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. ശരി അങ്കിൾ. എന്റെ മരുമകനാകാൻ പോകുന്നതുകൊണ്ട് നിന്നെയും കുരുക്കാൻ പലരും നോക്കും. അതിലൊന്നും ചെന്ന് വീഴാതെ നീ വേഗം സ്ഥലം വിട്ടോ. ഞാനേ അവളെ വിളിച്ച് പറഞ്ഞേക്കാം. ജോൺ ഓഫ് കെന്നഡി ഇന്റർനാഷണൽ എയർപോർട്ടിൽ അവൾ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പോൾ മോനെ, ഓൾ ദി ബെസ്റ്റ്. കുരുക്കള് പലതും ഇങ്ങനെ മുറുകി കിടക്കുക. അത് ഓരോന്നോരോന്നായി അഴിച്ച് എല്ലാം പരിഹരിക്കണം. മൊത്തം പ്രോബ്ലംസ് അല്ലേ രാജു? എന്ത് പ്രോബ്ലംസ്? എന്ത് പ്രോബ്ലംസ് എന്നോ? രാജുനെല്ലാം നിസ്സാര. രാജു, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ജഗന്നാഥൻ അങ്കിൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കാന്നുള്ളത്. അത് ശരിയാ. പക്ഷേ അതാ അനന്തം പിള്ളയ്ക്കല്ലേ അറിയൂ. അതെ, അത് അയാളെ കൊണ്ട് പറയിപ്പിക്കണം. റിസ്ക് ആണ് ഋതു. അയാള് പറയൂ. എന്ത് റിസ്ക് ആണെങ്കിലും നമ്മളത് ഏറ്റെടുത്തേ പറ്റൂ. അയാളെ കൊണ്ട് എങ്ങനെ നമുക്കത് പറയിപ്പിക്കണം? എന്റെ രാജുവിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതാ. തെറ്റിദ്ധാരണകൾ മാറി അച്ഛനും അമ്മയും ഒരുമിച്ച് ജീവിക്കണം.
ഋതു ധൈര്യമായിട്ടിരിക്കെ. ഒരു സീറ്റ് പോലും കിട്ടില്ല എന്ന് പറഞ്ഞ് ഭയന്ന് നിന്ന ഒരു മുന്നണിയെയാണ് ദേ ഈ ഋതുവിന്റെ ഗീതോപദേശത്താല് 138 സീറ്റ് നേടിക്കൊടുത്ത് അധികാരത്തിലേക്ക് കൊണ്ടുവന്നില്ലേ? അതിലും വലിയ റിസ്ക് ഉണ്ടോ ഇതിനകത്ത്? നമ്മൾ നമ്മുടെ ലക്ഷ്യത്തില് വളരെ വിജയകരമായി എത്തിച്ചേരും. രാജു, ഇതൊക്കെ കൂടാതെ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് നമ്മുടെ ജീവിതത്തില്. ഇനിയും ഉണ്ടോ? ശ്രീലക്ഷ്മിയുടെ തെറ്റിദ്ധാരണകൾ മാറണ്ടേ? അതൊരു പ്രശ്നമല്ലേ? എന്റെ അമ്മോ, എല്ലാവരുടെയും പ്രശ്നങ്ങളും സോൾവ് ചെയ്ത ശേഷം നമുക്കെപ്പോഴറിതു ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കാൻ കഴിയുന്ന? രാജു, നമ്മുടെ ലൈഫ് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ ആയിപ്പോയല്ലേ? സോറി രാജു, ഞാൻ ഇങ്ങനെ ആയിപ്പോയി. ഈ പ്രോബ്ലംസ് വരുമ്പോ എനിക്ക് രാജുവിന്റെ അടുത്ത് ഇരിക്കാനോ മനസ്സ് തുറന്ന് സംസാരിക്കാനോ ഇപ്പൊ പറ്റുന്നില്ല. രാജു വേറൊരു പെണ്ണിനെ കല്യാണം കഴിക്കണമായിരുന്നു. എങ്കിൽ സ്വസ്ഥതയോടെയും സമാധാനത്തോടെയും രാജുവിന് ജീവിക്കായിരുന്നു. ഈ കാര്യം ഞാനും പലവട്ടം ആലോചിച്ചിട്ടുണ്ട്. മറ്റൊരു പെണ്ണിനെയാണ് ഞാൻ താലി കെട്ടിയിരുന്നതെങ്കിൽ എന്റെ ലൈഫ് എത്ര റൊമാൻറ്റിക് ആവുമായിരുന്നു. രാജു എന്താ പറഞ്ഞേ? അല്ല, മറ്റൊരു പെണ്ണിനെ കെട്ടാനുള്ള പോസിറ്റീവായിട്ടുള്ള ഡയലോഗാ ഞാൻ അടിച്ചത്. എന്നുവെച്ചാ ഞാനേ